നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റെഡ്യൂസ്ഡ് ആംബിയൻറ്റ് എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പോൾ നമ്മൾ രണ്ട് സിസ്റ്റം പഠിച്ചു. സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് എയർ കൂളിംഗ് സിസ്റ്റവും നമ്മൾ പഠിച്ചു. അതിൽ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ടി എസ് ഡയഗ്രവുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ അതേ ടി എസ് ഡയഗ്രം തന്നെയുള്ള ഒരു സിസ്റ്റമാണ് റെഡ്യൂസ്ഡ് ആംബിയൻറ്റ് എയർ കൂളിംഗ് സിസ്റ്റം. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്കൊന്ന് ജനറലായിട്ട് നോക്കാം. എയറിന് റാമിംഗ് ആക്ഷനിലൂടെ 1 to 2 ഓർ 2 എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നു. ദെൻ റാം ചെയ്ത എയർ മെയിൻ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തതിന് ശേഷം അത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ കടന്നുപോയി ദെൻ കൂളിംഗ് ടർബൈനിൽ കൂടെ കടന്നുപോയി ക്യാബിനിലേക്ക് പോകുന്നു. ഓൾമോസ്റ്റ് സിമിലർ ആണ് സിമ്പിൾ എയർ കൂളിങ്ങുമായിട്ട് നോക്കുമ്പോൾ. വ്യത്യാസമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന റാം എയറിൻ്റെ ഫ്ലോയ്ക്കാണ് വ്യത്യാസം. ഫ്ലോ മീൻസ് റാം എയറിന് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. നമുക്ക് നോക്കാം. റാം എയറിനെ നമ്മൾ ഫസ്റ്റ് കൂളിംഗ് ടർബൈനിലൂടെ വിട്ട് കൂള് ചെയ്തതിന് ശേഷമാണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടത്തി വിടുന്നത്. ദെൻ അതിനുശേഷം ആ റാം എയർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഇനി ആ റാം എയറിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി നമ്മളൊരു കൂളിംഗ് ഫാൻ യൂസ് ചെയ്യുന്നു. ആ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് കൂളിംഗ് ടർബൈൻ്റെയും ഫസ്റ്റ് കൂളിംഗ് ടർബൈൻ്റെയും വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കൂളിംഗ് ഫാൻ കറങ്ങുക. ഇതാണ് എൻ്റെ ഒരു സിസ്റ്റം. നമുക്ക് നോക്കാം. ആംബിയൻ്റ് എയർ 1 എന്ന് പറയുന്ന കണ്ടീഷനുള്ള ആംബിയൻ്റ് എയർ റാമിംഗ് ആക്ഷൻ നടന്നു കഴിയുമ്പോൾ 2 or 2 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു. റാമിംഗ് ആക്ഷൻ മൂലം പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു. ദെൻ ആ റാം ചെയ്ത എയർ മെയിൻ കംപ്രസറിലേക്ക് പോകുന്നു. മെയിൻ കംപ്രസർ ആ എയറിനെ കംപ്രസ് ചെയ്യുന്നു. അതിനുശേഷം മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിൻ്റെ ഒരു പാർട്ട് കമ്പസ്റ്റൻ ചേമ്പറിൽ പോകുന്നു. അവിടെ കമ്പസ്റ്റിംഗ് നടക്കുന്നു. അതിനുശേഷം ആ ബേൺഡ് ഗ്യാസ് ടർബൈനിൽ പോയി എക്സ്പാൻഡ് ആകുന്നു. ഇനി ഗ്യാസ് ടർബൈൻ്റെ വർക്ക് ഔട്ട്പുട്ടാണ് നമ്മൾ മെയിൻ കംപ്രസറിലേക്ക് കൊടുക്കുന്നത്. ഇനി മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നുപോയി കൂളായി കൂളിംഗ് ടർബൈനിൽ കൂടെ പോയി എഗെയിൻ കൂളായി നമ്മൾ നമ്മുടെ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ് 3 or 3 ഇനി 3 or 3 എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയർ ആണ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നുപോയി 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോവുക. എഗെയിൻ 4 എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയർ സെക്കൻഡ് കൂളിംഗ് ടർബൈനിൽ കൂടെ കടന്നുപോയി അല്ലെങ്കിൽ സെക്കൻഡ് കൂളിംഗ് ടർബൈനിൽ കൂടെ എക്സ്പാൻഡ് ചെയ്തു 5 or 5 എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തിച്ചേരുന്നു. ദെൻ ലാസ്റ്റ് ക്യാബിൻ കണ്ടീഷനാണ് 0.6. ഈ ഒരു സ്കീമാറ്റിക്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, റാം എയർ ഫസ്റ്റ് കൂളിംഗ് ടർബൈനിൽ കൂടെ കടന്നു പോകുന്നു, കൂളാവുന്നു. ആ റാം എയർ യൂസ് ചെയ്തുകൊണ്ടാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ പ്രവർത്തിപ്പിക്കുക. ദെൻ ആ റാം എയർ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് കൂളിംഗ് ടർബൈൻ്റെയും സെക്കൻഡ് കൂളിംഗ് ടർബൈൻ്റെയും ഔട്ട്പുട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് കൂളിംഗ് ഫാൻ കറങ്ങുക. ഇനി നമുക്ക് ടി എസ് ഡയഗ്രത്തിലേക്ക് പോകാം. ടി എസ് ഡയഗ്രത്തിൽ 1 to 2 എന്ന് പറയുന്നത് ഐഡിയൽ റാമിംഗ് പ്രോസസ്സും 1 to 2 എന്ന് പറയുന്നത് ആക്ച്വൽ റാമിംഗ് പ്രോസസ്സുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സിസ്റ്റത്തിലെയും പോലെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, 2ലെയും 2-ലെയും ടെമ്പറേച്ചർ സെയിം ആണ്. ബട്ട് 2ലെ പ്രഷർ ഗ്രേറ്റർ ദാൻ 2 ആണ്. 2ലെ പ്രഷറിനെ നമ്മൾ ഐഡിയൽ റാം പ്രഷർ എന്നും 2-ലെ പ്രഷറിനെ നമ്മൾ ആക്ച്വൽ റാം പ്രഷർ എന്നും വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ആക്ച്വൽ പ്രോസസ്സിന് കാരണം ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി ആ റാം ചെയ്ത എയർ റാമിംഗ് കഴിഞ്ഞ എയറിനെ നമ്മൾ മെയിൻ കംപ്രസറിലേക്ക് വിടുന്നു. മെയിൻ കംപ്രസറിൻ്റെ ഐസോട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ് 2 to 3. ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സാണ് 2 to 3. ആക്ച്വലിന് കാരണം ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി അതിനുശേഷം മെയിൻ കംപ്രസറിലെ എക്സിറ്റ് ആണ് 3. മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന 3 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടത്തി വിടുന്നു. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ 4 മാറുന്നു. ഇപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്ന പ്രോസസ്സ് ഐസോബാറിക്കാണ്. ആക്ച്വൽ കേസിലൊരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ P3-ലെ പ്രഷർ ഗ്രേറ്റർ ദാൻ P4 ആയിരിക്കും. 4ലെ പ്രഷറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും 3-ലെ പ്രഷർ.
ഇനി അടുത്തത് നെക്സ്റ്റ് എക്സ്പാൻഷനാണ്. നമ്മുടെ കൂളിംഗ് ടർബൈനിലുള്ള എക്സ്പാൻഷൻ. അത് ഐസെൻട്രോപ്പിക് ആണെങ്കിൽ 4 to 5, ആക്ച്വൽ ആണെങ്കിൽ 4 to 5'. ഇനി ലാസ്റ്റാണ് 5' to 6 പ്രോസസ്സ്. 6 എന്ന് പറയുന്നതാണ് ക്യാബിൻ കണ്ടീഷൻ. ഇനി അഗെയിൻ 5, 5', 6 ഇതെല്ലാം ഒരൊറ്റ പ്രഷർ ലൈനിലാണ്. ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാബിൻ പ്രഷർ. ഇനി ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ P5' ഗ്രേറ്റർ ദാൻ P6 ആയിരിക്കും. ഇതാണ് TS ഡയഗ്രാം. ഇനി നമുക്ക് ഓരോരോ പ്രോസസ്സുകളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് മെയിൻ കംപ്രസറുണ്ട്. ആ മെയിൻ കംപ്രസറിനെ ഡ്രൈവ് ചെയ്യുന്നത് ഗ്യാസ് ടർബൈനാണ്. നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. 2 കൂളിംഗ് ടർബൈൻസ് ഉണ്ട്. ഫസ്റ്റ് കൂളിംഗ് ടർബൈനും സെക്കൻഡ് കൂളിംഗ് ടർബൈനും. ഫസ്റ്റ് കൂളിംഗ് ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റാം എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയാണ്. സെക്കൻഡ് കൂളിംഗ് ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാബിലേക്ക് പോകുന്ന എയറിനെ കൂൾ ചെയ്യാനാണ്. എയറിനെ കൂൾ ചെയ്യാനല്ല, കൂൾ ചെയ്യാൻ മീൻസ് എക്സ്പാൻഷനിലൂടെ കൂൾ ചെയ്യാൻ. ഇനി നമുക്കൊരു കൂളിംഗ് ഫാൻ ഉണ്ട്. ആ കൂളിംഗ് ഫാനിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ 2 കൂളിംഗ് ടർബൈൻ്റെയും വർക്ക് ഔട്ട്പുട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുക. നമുക്ക് ആംബിയൻ്റ് എയറിനെ റാമിംഗ് ആക്ഷൻ, ദെൻ റാമിംഗ് ആക്ഷൻ കഴിഞ്ഞ് മെയിൻ കംപ്രഷനിൽ നിന്ന് ദെൻ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് എക്സ്പാൻഷൻ, ലാസ്റ്റ് നമ്മളത് ക്യാബിലേക്ക് സപ്ലൈ ചെയ്യും. ഇനി നമ്മുടെ പ്രോസസ്സ് റാമിംഗ് പ്രോസസ്സിലെ ഐഡിയൽ റാമിംഗ് പ്രോസസ്സാണ് 1 to 2, ആക്ച്വൽ റാമിംഗ് പ്രോസസ്സാണ് 1 to 2'. അപ്പോൾ ആക്ച്വൽ റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന അഡയബാറ്റിക് ആണ്. ഐഡിയൽ റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണ്. അപ്പോൾ ആക്ച്വൽ വരാൻ കാരണം ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി റാമിംഗ് ആക്ഷൻ മൂലം പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു. ഐഡിയൽ റാമിംഗ് പ്രോസസ്സ് ആണ് എങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതോടൊപ്പം T2 ഈക്വൽ ടു T2' ആണ്. P2 ഗ്രേറ്റർ ദാൻ P2'. ഈ ഇക്വേഷൻ നമ്മൾ എല്ലാ സിസ്റ്റത്തിലും ഒരുപോലെയാണ്. T2 ഡിവൈഡ് ബൈ T1 ഈസ് ഇക്വൽ ടു T2' ഡിവൈഡ് ബൈ T1 ഈസ് ഇക്വൽ ടു 1 പ്ലസ് V² ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഗാമ R T1. V എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റിയാണ്. ഇനി റാം എഫിഷ്യൻസി ER എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐസെൻട്രോപിക് റൈസ് ഇൻ പ്രഷർ. അത് P2' മൈനസ് P1 ഡിവൈഡ് ബൈ P2 മൈനസ് P1. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ P2 മൈനസ് P1 ഗ്രേറ്റർ ദാൻ P2' മൈനസ് P1. അതുകൊണ്ടാണ് ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐഡിയൽ റൈസ് ഇൻ പ്രഷർ റാം എഫിഷ്യൻസി എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ കംപ്രസറിലെ കംപ്രഷൻ പ്രോസസ്സാണ്. പ്രോസസ് 2' to 3 ആണ് ഐസോട്രോപിക് കംപ്രഷൻ. 2' to 3' ആണ് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സ്. ആക്ച്വൽ വരാൻ കാരണം ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഇനി ഈ കംപ്രഷൻ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു. ഐഡിയൽ കംപ്രഷൻ 2' to 3ൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതോടൊപ്പം T3' ഗ്രേറ്റർ ദാൻ T3 ആണ്. P3' ഈക്വൽ ടു P3 ആണ്. ഇനി വർക്ക് ഡൺ ഡ്യൂറിങ് ദ കംപ്രഷൻ പ്രോസസ് WC ഈസ് ഈക്വൽ ടു MA CP ഇൻറ്റു T3' മൈനസ് T2'. കാരണം 3' to 2' to 3' ആണ് നമ്മുടെ കംപ്രഷൻ പ്രോസസ്സ്. MA എന്ന് പറയുന്ന എത്ര എമൗണ്ട് എയർ ആണ് കംപ്രസറിൽ കൂടെ കടന്നു പോകുന്നു, അതോടൊപ്പം തന്നെ എത്ര എമൗണ്ട് എയർ ആണ് നമുക്ക് ക്യാബിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. MA ഇൻറ്റു CP ഇൻറ്റു T3' മൈനസ് T2'. Then cooling process. Compressed air is cooled by the ram air. നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മൾ റാം എയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ 3' എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയറിനെ 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. ആ എയറിനെ കൂൾ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു റാം എയർ യൂസ് ചെയ്യും. ഈ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയൽ കേസിൽ ഐസോബാറിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ P3' ഈക്വൽ ടു P4 ആണ്. ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട്. അങ്ങനെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടായാൽ P3' ഗ്രേറ്റർ ദാൻ P4 ആയിരിക്കും.
ഇനി ഇത് കൂളിംഗ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു. അതുകൊണ്ട് T3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ T4 ആണ്. ഇനി ഈ ഒരു കൂളിംഗ് പ്രോസസ്സിൽ എത്രമാത്രം ഹീറ്റാണ് റിജക്റ്റ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷനാണ് MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T4. ഇനി എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അത് 4 to 5 ആണ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 4 to 5 ആണ്. അതിന് കാരണം ബിക്കോസ് ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഇനി ഇത് എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പ്രഷറും ടെമ്പറേച്ചറും കുറയുന്നു. ഐഡിയൽ എക്സ്പാൻഷൻ ഓർ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് എങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി T5 ഗ്രേറ്റർ ദാൻ T5 ആണ്. P5 ഈസ് ഈക്വൽ ടു P5 ആണ്. ഇനി ടർബൈൻ വർക്ക് എന്ന് പറയുന്നത് MA ഇൻറ്റു CP ഇൻറ്റു T4 മൈനസ് T5 കാരണം 4 to 5 ആണ് ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം ഇവിടുത്തെ ഈ ടർബൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് ടർബൈനാണ്, സെക്കൻഡ് കൂളിംഗ് ടർബൈൻ ആണ്. ഫസ്റ്റ് കൂളിംഗ് ടർബൈൻ നമ്മൾ യൂസ് ചെയ്തത് റാം എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ വർക്ക് ഓഫ് ബോത്ത് കൂളിംഗ് ടർബൈൻസ് ആർ യൂസ് ടു ഡ്രൈവ് ദ കൂളിംഗ് എയർ ഫാൻ. അത് ഓർത്ത് വെക്കുക. രണ്ട് കൂളിംഗ് ടർബൈൻ്റെയും വർക്കാണ് ഉപയോഗിച്ചാണ് നമ്മൾ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുക. ഇനി റെഫ്രിജറേഷൻ പ്രോസസ്സ്, അത് പ്രോസസ്സ് 5 to 6 ആണ്. P5 ഈക്വൽ ടു P6 ഈക്വൽ ടു ക്യാബിൻ പ്രഷറാണ്. ടെമ്പറേച്ചർ T6 ഗ്രേറ്റർ ദാൻ T5 ആണ്. T6 എന്ന് പറയുന്നതാണ് ഇൻസൈഡ് ക്യാബിൻ ടെമ്പറേച്ചർ. ഇനി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ MA ഇൻറ്റു CP ഇൻറ്റു T6 മൈനസ് T5. MA ഇൻറ്റു CP ഇൻറ്റു T6 മൈനസ് T5 ആണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അതോടൊപ്പം തന്നെ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. MA ഇൻറ്റു CP കോമൺ ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ദെൻ T6 മൈനസ് T5 ഡിവൈഡ് ബൈ T3 മൈനസ് T2. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ ആണ് എങ്കിൽ നമുക്ക് മാസിൻ്റെയും പവറിൻ്റെയും COPയുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. MA is equal to mass is equal to 210Q divided by CP into T6 minus T5. അതുപോലെ തന്നെ പവർ റിക്വയർഡ് ഈസ് ഇക്വൽ ടു MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2 ഡിവൈഡ് ബൈ 60. COP നമുക്കിങ്ങനെ എഴുതാം 210Q ഡിവൈഡ് ബൈ P ഇൻറ്റു 60. ആ Pന് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും 210Q ഡിവൈഡ് ബൈ MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം നോക്കാം. താങ്ക് യു.